ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ ഒരു ഓൺലൈൻ സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതായത് നമ്മൾ ലോണിൽ നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് കടത്തിന് നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, എന്നിട്ട് നമുക്ക് അതിൽ നമ്മൾക്ക് ലോൺ എമൗണ്ട് നമ്മൾ റീപേ ചെയ്യുകയാണ്. അപ്പൊ നമ്മളൊരു ഫൈനാൻസ് വഴിയാണ് നമ്മൾ ആ ലോൺ നമ്മൾ റീപേ ചെയ്യണത്. അപ്പൊ സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫൈനാൻസ് ഇതിനെ സമീപിക്കും. എന്നിട്ട് നമുക്ക് ആ ഒരു അസറ്റിന്റെ, ഇപ്പൊ കാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറിന്റെ പേയ്മെന്റ് അവരാണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവരിലേക്ക് പിന്നെ നമ്മൾ എന്താണ് ഈ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് റീപേ ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അതുമല്ല, എന്റെ ചാനലിന് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇവിടെ കണ്ടിട്ടുണ്ട് lot of media purchased a car from Popular Auto Service. Transactions are given below. Total car value 15 lakh ആണ്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് 3 lakh കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാലൻസ് എമൗണ്ട് 12 lakh ആണ്. അപ്പൊ 12 lakh എന്താണ്? HDFC ലോൺ ആണ്. ബാക്കി 12 lakh എന്താണ്? പോപ്പുലർ ഓട്ടോ സർവീസിന് ആരാണ് കൊടുക്കുന്നത്? HDFC ബാങ്ക് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? HDFC ബാങ്ക് ലോൺ എന്താണ്? നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം. അതായത് 12 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. എന്നിട്ട് ലോട്ട് ഓഫ് മീഡിയ എന്താണ്? മന്ത്ലി EMI വെച്ചിട്ട് എന്താണ്? 1 lakh, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് 20,000 ആയിട്ട് കാണിക്കണം. അതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റിൽ എൻട്രി എന്താണ് കാണിക്കേണ്ടത്? ആദ്യം ടോട്ടൽ കാറ് നമ്മുടെ പോപ്പുലർ ഓട്ടോ സർവീസിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ കാറ് അതേപോലെ പോപ്പുലർ ഓട്ടോ സർവീസിന് പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻട്രി കാണിക്കാം. അപ്പൊ ടാലി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഫസ്റ്റ് എൻട്രി ജേണലാണ് ചെയ്യേണ്ടത്. നമുക്ക് Alt+C അടിച്ച കാർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ എന്താണ്? ഫിക്സഡ് അസറ്റിലേക്കാണ് കാണിക്കേണ്ടത്. അണ്ടർ ഫിക്സഡ് അസറ്റ് കാണിച്ചു. ജസ്റ്റ് എൻറ്റർ അടിച്ചു. ടോട്ടൽ കാർ വാല്യൂ ആണ് കാണിക്കുന്നത് 15 lakh. എൻറ്റർ അടിച്ചു. ക്രെഡിറ്റ് നമ്മളോട് എന്താണ് കാണിക്കേണ്ടത്? പോപ്പുലർ ഓട്ടോ സർവീസ്. അണ്ടർ എന്താണ്? സൺട്രി ക്രെഡിറ്ററിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അണ്ടർ സൺട്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻറ്റർ അടിച്ചു. എൻറ്റർ. അപ്പൊ ഈ ഒരു എൻട്രിയാണ് നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ബൈ കാർ ടു പോപ്പുലർ ഓട്ടോ സർവീസ് എന്നൊരു എൻട്രിയാണ്. ജസ്റ്റ് എൻറ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ന്യൂ റെഫറൻസിലേക്ക് കൊടുക്കാം. ജസ്റ്റ് എൻറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി ജസ്റ്റ് എൻറ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നരേഷൻ കൊടുക്കാം. കാർ പർച്ചേസ്ഡ് ഫ്രം പോപ്പുലർ ഓട്ടോ സർവീസ്. ഓൺ ക്രെഡിറ്റ്. ജസ്റ്റ് എൻറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു എൻട്രി സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൗൺ പേയ്മെന്റ് ആയിട്ട് 3 lakh കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ എൻട്രി നമുക്ക് ചെയ്യാം. നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. പേയ്മെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എന്താണ്? പോപ്പുലർ ഓട്ടോ സർവീസ് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 15 ലക്ഷം കൊടുക്കാനുണ്ട്. അതിലേക്ക് എന്താണ്? 3 lakh ആണ് കൊടുക്കുന്നത്. 3 lakh കൊടുത്തു. ഓട്ടോമാറ്റിക് ആയിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. ജസ്റ്റ് എൻറ്റർ അടിച്ചു. എൻറ്റർ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇപ്പൊ 12 lakh ആയി മാറിയിട്ടുണ്ട്. പോപ്പുലർ ഓട്ടോ സർവീസിന്റെ ബാലൻസ് 12 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. ക്രെഡിറ്റ് കൊടുത്ത് എന്താണ്? നമുക്ക് ചെക്ക്, നമുക്ക് ബാങ്ക് കൊടുക്കാം. ഇപ്പോൾ SIB ബാങ്ക്. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുക്കാം. ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻറ്റർ അടിച്ചു. എൻറ്റർ. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നു. ചെക്ക് വന്നു. ജസ്റ്റ് എൻറ്റർ അടിച്ചു. ഇപ്പൊ നമുക്ക് നരേഷൻ കൊടുക്കാം. പെയ്ഡ് ഡൗൺ പേയ്മെന്റ് പോപ്പുലർ. എൻറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ആ എൻട്രി സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം.
നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് 12 ലാക്ക് എന്താണ് HDFC ലോണാണ് കൊടുക്കുന്നത്. ബാക്കി 12 ലാക്ക് എന്താണ് HDFC ബാങ്കാണ് കൊടുക്കുന്നത്. ആർക്ക്? പോപ്പുലർ ഓട്ടോ സർവീസിന്. അപ്പൊ നമുക്ക് അതിന്റെ എൻട്രി കാണിക്കാം. അപ്പൊ നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ആ എൻട്രി നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? നമ്മൾ ജേണലാണ് ചെയ്യേണ്ടത്. അപ്പൊ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതായത് ഇനിയിപ്പോ എന്താണ് നമുക്ക് പോപ്പുലർ ഓട്ടോ സർവീസിന് ആരാണ് കൊടുക്കുന്നത്? HDFC ബാങ്കാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പോപ്പുലർ ഓട്ടോ സർവീസ് കാണിച്ചു. ഇവിടെ 12 ലാക്ക് എൻട്രടിച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ പോപ്പുലർ ഓട്ടോ സർവീസുമായിട്ടുള്ള ഡീലിംഗ് അവസാനിച്ചു. നമ്മളെല്ലാം കൊടുക്കുന്നത് പകരം ആരാണ് കൊടുക്കുന്നത്? HDFC ബാങ്കിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പകരം ആരാണ് കൊടുക്കുന്നത്? HDFC ബാങ്കാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. HDFC കാർ ലോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇതെന്താണ്? സെക്യൂർഡ് ലോൺസിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്യൂർഡ് ലോൺസിലേക്ക് കൊടുത്തു. അണ്ടർ ലോൺസ് ലയബിലിറ്റി തന്നെയാണ് വരിക. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ പോപ്പുലർ ഓട്ടോ സർവീസിന് ഇല്ലായിട്ടുണ്ട്. HDFCയിൽ എന്താണ് 12 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ട്. അത് നമ്മൾ എന്ത് കൊടുക്കണം? അത് ആരാണ് കൊടുക്കേണ്ടത്? നമ്മളാണ്. ലോട്ടസ് മീഡിയ ആണ് ആ എമൗണ്ട് പേ ചെയ്യേണ്ടത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. നരേഷനായിട്ട് കാണിക്കാം. പേഡ് ടു പോപ്പുലർ ബൈ HDFC. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ആ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ലോട്ടസ് മീഡിയ എന്താണ് HDFCക്ക് എന്താണ് കൊടുക്കണം? പേയ്മെന്റ് കൊടുക്കണം. അത് ഇൻസ്റ്റാൾമെന്റും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 12 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. ആ 12 ലക്ഷത്തിൽ എന്താണ് നമുക്ക് 1 ലാക്ക് ഉണ്ട്. അതേപോലെ തന്നെ 20,000 ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേയ്മെന്റ് എടുത്തു. ഇവിടെ നമുക്ക് എൻട്രി ആയിട്ട് ഇവിടെ നമുക്ക് കാണിക്കാം. HDFC കാർ ലോൺ ഇവിടെ കാണിക്കാം. ഇപ്പൊ മൊത്തം ഇവിടെ 12 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മളിവിടെ HDFC കാർ ലോൺ എടുത്തു. അപ്പോൾ 1 ലാക്ക് കാണിക്കാം. ഈ വീണ്ടും ഡെബിറ്റ് എന്നുള്ളത് എന്താണ്? ഇൻട്രസ്റ്റ് കാണിക്കാം. ഓൾട്ട് സി അടിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കാണിക്കാം. അടിച്ചു. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 20,000. ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ബാങ്ക് വഴിയാണ് കാണിക്കേണ്ടത്. SBI ബാങ്ക് കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 11 ലാക്കാണ് ഇനി കൊടുക്കാനുള്ള എമൗണ്ടുകൾ. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നരേഷൻ കാണിക്കാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. ഈ ഒരു എൻട്രി തന്നെയാണ് നമ്മൾ ഈ 12 മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ എൻട്രിനെ നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യണം വിചാരിക്കുക. നമ്മൾ ഡാബുക്കിലാണ് നിൽക്കണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഓൾട്ട് 2 പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഡേറ്റ് മാറ്റി കൊടുക്കുക. നമ്മൾ ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുക. വീണ്ടും നമുക്ക് എന്താണ്? വീണ്ടും ഓൾട്ട് 2 അടിച്ചു. ഇതിനെ നമുക്ക് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ 12 മാസത്തേക്കുള്ള എൻട്രി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി നമ്മൾ 12 ഇതിലേക്കുള്ള എൻട്രി നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് HDFCയുടെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. HDFC കാർ ലോൺ എടുത്തു. HDFC കാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് നില്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻസ്റ്റാൾമെന്റും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും നോക്കാം. ഇനി നമുക്ക് ഇൻട്രസ്റ്റിന്റെ ലെഡ്ജർ ഒന്ന് സെലക്ട് ചെയ്തിട്ടെടുത്ത് നോക്കാം. ലെഡ്ജർ എടുത്തു. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.